ബിഗ് ബോസിൽ വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ്. പരാതിയുമായിട്ട് ജിൻഡോ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവില് പാവ ടാസ്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ പാവയെ രക്ഷിക്കാനും മറ്റുള്ളവരുടെ പാവയെ ഇല്ലാതാക്കാനും ഒരുപാട് പേരിങ്ങനെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് ടാസ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടാസ്കിന്റെ ഭാഗമായിട്ട് അർജുനും ജിൻഡോയും ആ ഒരു സമയത്ത് ഇത് ലൈവിൽ കാണിച്ചിട്ടില്ല. ജിൻഡോ പരാതിയുമായി വന്നപ്പോഴാണ് വീട്ടുകാരെല്ലാവരും ഈ ഒരു കാര്യം അറിയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷ്വല് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജിൻഡോ പരാതി പറഞ്ഞിരിക്കുന്നത് ലൈവിൽ കാണിച്ചിട്ടുണ്ട്. ജിൻഡോയും അർജുനും തമ്മിലൊരു പ്രശ്നമുണ്ടാകുന്നു. പാവയെ സംരക്ഷിക്കാനായിട്ട് അർജുൻ ജിൻഡോയുടെ ഫേസിൽ പിടിച്ചിടിച്ചു, തന്നെ ഉപദ്രവിച്ചു. ദേഹത്ത് ഒരുപാട് പ്രാവശ്യം അടിച്ച സമയത്ത് ജിൻഡോ ഇങ്ങനെ ചെയ്യരുതെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും അർജുൻ അത് കേൾക്കാതെ വീണ്ടും ഫിസിക്കൽ അസോൾട്ട് ജിൻഡോയെ ചെയ്തു എന്നുള്ള രീതിയിലാണ് പരാതി ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ടാസ്കിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കയ്യേറ്റമാണെന്ന് വിചാരിക്കാം. ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് ഒരുപാട് സീസണുകളിലും ഈ ഒരു സീസണുകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന ടാസ്കിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റാരും ഇത് കണ്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ ഒരു മാന്യത കാണിക്കണം. ഈ ക്യാപ്റ്റൻ ആയിരിക്കുന്ന റസ്മിൻ ഈ ഒരു ജിൻഡോന്റെ കാര്യത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം നമ്മൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഈ ഒരു സ്ഥാനത്ത് ജിൻഡോ അർജുനെയാണ് ഇടിച്ചതെങ്കിൽ റസ്മിൻ ഒരിക്കലും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തില്ല. ഇതിപ്പോ ടാസ്കിന്റെ ഭാഗമായിട്ട് അർജുൻ തന്റെ പാവയെ സംരക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. ജിൻഡോനും അർജുനും വേറെ നീതി പോലെ ജിൻഡോ അത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ഥാനത്ത് അർജുനായിരുന്നെങ്കിലോ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ അസോൾട്ടായി, വളരെ വലിയ നിയമത്തിന്റെ ലംഘനമായി, എന്നെ ഇവിടെ ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്താലും ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട്. വാലിഡ് പോയിന്റ് ആണത്. കാരണം ജിൻഡോന് അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ജിൻഡോന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സീസൺ ഇതുവരെ മുന്നോട്ട് പോകുന്നത്. റസ്മിൻ എടുത്ത തീരുമാനവും ഗബ്രിയുടെ സംസാരവും ജാസ്മിൻ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന അർജുൻ ഒന്നും ചെയ്തിട്ടില്ല. ഫിസിക്കൽ അസോൾട്ട് ചെയ്തെങ്കിൽ തന്നെ അത് ടാസ്കിന്റെ ഭാഗമായിട്ടാണ്. മേ ബി ആയിരിക്കാം ടാസ്കിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ അസോൾട്ടുകൾ ഇതുപോലെ ഉണ്ടാവാറുണ്ട്. അത് ബിഗ് ബോസ് അങ്ങനെ കണക്കിലെടുക്കാറില്ല. പക്ഷെ ജിൻഡോ ആണിത് ചെയ്തിരുന്നെങ്കിൽ റസ്മിൻ എന്ന ക്യാപ്റ്റൻ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കില്ല. ഒരു ശിക്ഷയും കൊടുക്കാതെ ഒന്നും വിടില്ല. ചിലപ്പോൾ വലിയ ശിക്ഷ തന്നെ ജിൻഡോക്ക് കൊടുത്തേക്കാം. ബിഗ് ബോസിന്റെ അടുത്ത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞേക്കാം. ഈ ഒരു തീരുമാനങ്ങളും അർജുനെതിരായിട്ട് റസ്മിൻ എടുത്തിട്ടില്ല. എന്തായാലും ജിൻഡോ പരാതി പറഞ്ഞിരിക്കുന്നത് ലൈവിൽ കാണിച്ചിട്ടുണ്ട്. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇതിന് സാക്ഷികളില്ല. ക്യാമറ ഇത് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് ജിൻഡോ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ക്യാമറ വിഷ്വൽസ് ചെക്ക് ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ബിഗ് ബോസിന്റെ അടുത്ത് ജിൻഡോ പറയുന്നുണ്ട്. ഇതൊരു ഫിസിക്കൽ അസോൾട്ട് പരാതിയായിട്ട് തന്നെയാണ് ജിൻഡോ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ക്ലിയർ ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ പരാതി പറയുന്നതൊന്നും ലൈവിൽ കാണിക്കില്ല. ആകെ മൊത്തം ബിഗ് ബോസ് അങ്ങ് മുക്കിയാനെ. എന്തായാലും സ്മോക്കിംഗ് ഏരിയയിലായിരിക്കണം ഈ ഒരു വിഷ്വൽ ഉണ്ടായത്. കാരണം അർജുൻ പാവയെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചത് ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ സ്മോക്കിംഗ് ഏരിയയിൽ ആ ഒരു സമയത്ത് ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിച്ചില്ല. ഈ ഒരു ഉന്തും തള്ളും ഒരു കണ്ടസ്റ്റൻസും അവിടെ കണ്ടിട്ടുമില്ല. എന്തായാലും പരാതി രൂക്ഷമാണ്. ജിൻഡോ തൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തും സംഭവിക്കാം. ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ പരാതി കൊടുത്ത സ്ഥിതിക്ക് ബിഗ് ബോസ് ഇത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.